my dear aspirants. Welcome to iPlus Training Solutions NT UGC Net Paper 2 in English class. Unit 1 Poetry, Section 1 British Poetry Day. 8th subsection ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. It's about the Augustan poetry. Class number 4 Augustan ഏജിലെ ഫേമസ് റൈറ്ററും ക്രിറ്റിക്കുമായ സാമുവൽ ജോൺസന്റെ പോയംസിനെ കുറിച്ചാണ് നമുക്ക് നോക്കാം. About Samuel Johnson, 1709 to 1784 വരെയാണ് അദ്ദേഹത്തിന്റെ ലൈഫ് പീരീഡ്. അദ്ദേഹത്തിനെ ഡോക്ടർ ജോൺസൺ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഫേമസ് ഡിക്ഷണറി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ജോൺസന്റെ സൃഷ്ടിയാണ്. അത്രത്തോളം ബൃഹത്തായ ഒരു സംഭാവന ഇംഗ്ലീഷ് ലാംഗ്വേജിനും ലിറ്ററേച്ചറിനും നൽകിയ സാമുവൽ ജോൺസനെ ഡോക്ടറേറ്റ് നൽകി അംഗീകരിക്കുകയായിരുന്നു. ഒരു പ്ലേ റൈറ്റ്, എസ്സേയിസ്റ്റ്, മോറലിസ്റ്റ്, ക്രിറ്റിക്, ബയോഗ്രാഫർ, എഡിറ്റർ, ലെക്സിക്കോഗ്രാഫർ എന്ന നിലയിൽ തിളങ്ങിയ ജോൺസൺ ഒരു നല്ല പോയറ്റ് കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ റിലീജിയനെ കുറിച്ച് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയ ഒരു ആംഗ്ലിക്കൻ ബിലീവർ ആയിരുന്നു ജോൺസൺ. കൂടാതെ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ടോറി മെമ്പർ ആയിരുന്നു ജോൺസൺ. നോക്കാം ജോൺസന്റെ പോയിന്റ്സിലേക്ക്. 1728 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അഗസ്റ്റൻ ഏജിൽ അലക്സാണ്ടർ പോപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പോയിന്റ്സിൽ നമ്മൾ പറഞ്ഞതാണ് മെസ്സയ. പോപ്പിന്റെ മെസ്സയ ലാറ്റിനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ജോൺസൺ ആയിരുന്നു. 1728 ആ ട്രാൻസ്ലേഷൻ. 1738 ലണ്ടൻ, വളരെ ഫേമസ് ആയ ഒരു പോയമാണ് ജോൺസന്റേത് ലണ്ടൻ. ഇത് 18th സെഞ്ചുറി ഇമിറ്റേറ്റീവ് ജാനറിൽ വരുന്ന ഒരു പോയമാണ് ലണ്ടൻ. നമുക്കറിയാം നിയോ ക്ലാസിക്കൽ ഏജിന്റെ അഗസ്റ്റൻ ഏജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ലാസിക്കലിന്റെ റിവൈവൽ ആണ്, ക്ലാസിക്കലിന്റെ ഇമിറ്റേഷൻ ആണ്. ക്ലാസിക്കൽ മാസ്റ്റേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു അവരുടെ രീതി, എഴുതുന്ന ശൈലി എന്ന് പറയുന്നത് നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സിന്റെ. അതുകൊണ്ട് തന്നെയാണ് നിയോ ക്ലാസിസം എന്ന ഒരു പേര് ക്ലാസിസത്തിന്റെ മോഡലിൽ. അപ്പോ നിയോ ക്ലാസിസത്തിന്റെ ഫീച്ചറായ ഇമിറ്റേഷൻ ജാനറിൽ വരുന്നതാണ് ലണ്ടൻ എന്ന പോയം. ജുവനൽ എന്ന റോമൻ റൈറ്റർ ആണ്. ജുവനലിന്റെ സറ്റാരിക്കൽ സൈക്കിൾസ് അതിൽ വരുന്ന തേർഡ് സറ്റാറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ജോൺസന്റെ ലണ്ടൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ജുവനൽസ് തേർഡ് സറ്റാർ, സറ്റാർ നമ്പർ 3. എന്താണ് ജുവനൽ അദ്ദേഹത്തിന്റെ തേർഡ് സറ്റാറിൽ പറയുന്നത്? അംബ്രീഷ്യസ് എന്ന ആള് റോമിലെ ദുർഘടാവസ്ഥ, റോമിലെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ, കൊള്ളരുതായ്മകളും നാട്ടിലെ ക്രൂരതകളും മോശം രീതികളും ആപത്തുകളും ഒക്കെ ഭയന്ന് അതിൽ നിന്നും വിട്ട് ക്യൂമെ എന്ന സ്ഥലത്തിലേക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന, ഫ്ലീ ചെയ്യുന്ന കഥയാണ് ജുവനൽ തേർഡ് സറ്റാറിൽ പറയുന്നത്. അംബ്രീഷ്യസിന്റെ കഥ. സ്വന്തം റോം ക്യാപിറ്റൽ സിറ്റി വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ചേക്കേറുന്ന, ഒരു സമാധാന ജീവിതത്തിന് വേണ്ടി ചേക്കേറുന്ന അംബ്രീഷ്യസിന്റെ കഥ. എന്നാൽ എന്താണ് ജോൺസന്റെ വേർഷൻ ലണ്ടനിൽ? ഇതിന്റെ ഇമിറ്റേഷൻ ആണല്ലോ ലണ്ടൻ. അപ്പൊ അതിലെന്താണ് ജോൺസൺ പറയുന്നത്? അത് തെയിൽസിന്റെ കഥയാണ്. തെയിൽസ് എവിടെയുള്ളതാണ്? ലണ്ടനിൽ. അപ്പോൾ ലണ്ടനിൽ താമസിക്കുന്ന തെയിൽസ് ലണ്ടനിലെ പ്രശ്നങ്ങൾ കണ്ട് സഹിക്കവയ്യാതെ പൊറുതിമുട്ടി വെയിൽസിലെ കേംബ്രിയയിലേക്ക് എസ്കേപ്പ് ചെയ്തു പോകുന്ന തെയിൽസിന്റെ കഥയാണ് ജോൺസന്റെ ലണ്ടനിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് ജുവനലിന്റെ കഥ ജോൺസൺ ആധാരമാക്കിയത്? കാരണം ജുവനലിന്റെ വർക്കുകളെ, ജുവനലിന്റെ എഴുത്തുകളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അതിന്റെ ഭാഗമായിട്ടാണ് ഈ മോഡലിനെ ബേസ് ചെയ്ത് ജോൺസൺ എഴുതിയത്. ജുവനലിന്റെ എപ്പിഗ്രാഫിൽ പറയുന്ന ഒരു സെന്റൻസ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ജോൺസണും അദ്ദേഹത്തിന്റെ ലണ്ടനിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആ എപ്പിഗ്രാഫ് ഇതാണ്: Who is so patient of the foolish city, so iron-willed as to contain himself. ലണ്ടനിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ആളുകൾ നേരിടുന്ന പല പ്രശ്നങ്ങൾ, ക്രൈം, കറപ്ഷൻ, പോവർട്ടി, ഇതിനെയൊക്കെ പറ്റി ജോൺസൺ ചർച്ച ചെയ്യുന്നു ലണ്ടനിൽ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള, നമുക്ക് പെർസീവ് ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങളെ ലണ്ടനെ നശിപ്പിക്കാൻ വരുന്ന വസ്തുക്കളോട് പേഴ്സോണിഫൈ ചെയ്യുകയാണ് ജോൺസൺ.
മാലിസ്, റപ്പേൽ, ആക്സിഡന്റ് എന്നിങ്ങനെയുള്ള ക്യാരക്ടേഴ്സിലൂടെ ലണ്ടനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന കോൺസ്പയറിംഗ് ഏജന്റ്സ് എന്നുള്ള രീതിയിലാണ് ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ ഡിപിക്ട് ചെയ്തിരിക്കുന്നത്. ലണ്ടനിലെ പറഞ്ഞിരിക്കുന്ന പ്രതിപാദ്യ വിഷയത്തിനെ സർ റോബർട്ട് വെൽപോളിന്റെ നേതൃത്വത്തിലുള്ള വിക്സ് വളരെയധികം എതിർത്തു. ബ്രിട്ടീഷ് ഗവൺമെന്റ് വിക്സ് റൂളിലായിരുന്നു. സർ റോബർട്ട് വാൽപോൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിഗ് പാർട്ടി കംപ്ലീറ്റ്ലി ലണ്ടനിലെ ടോറി വ്യൂവിനെ എതിർത്തു. പൊളിറ്റിക്കലി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ, വിമർശിക്കാൻ ഒട്ടും തന്നെ ജോൺസൺ മടിച്ചില്ല. ജോർജ് ദ സെക്കൻഡിന് എതിരെ പറയുന്ന വരികൾ നമുക്ക് ലണ്ടനിൽ വ്യക്തമായി കാണാം. ജക്കോബി പൊളിറ്റിക്കൽ സെന്റിമെന്റ് നല്ലപോലെ റിഫ്ലക്ട് ചെയ്യുന്ന വരികളായിരുന്നു അവ. ലണ്ടൻ എന്ന പോയത്തിൽ ജോൺസൺ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ, കഴിഞ്ഞു പോയ നല്ല കാലത്തിന്റെ ഓർമ്മ, നൊസ്റ്റാൾജിക് ഗ്ലോറിഫിക്കേഷൻ. പല സ്ഥലങ്ങളിലായി ക്യൂൻ എലിസബത്തിനെ കുറിച്ച് നന്ദിയോടെയും മനോഹരമായും ജോൺസൺ ഓർമ്മിക്കുന്നു. എങ്ങനെയാണ് സ്പാനിഷ് ഇൻവേഡേഴ്സിനെ ഡിഫീറ്റ് ചെയ്തതെന്നും എലിസബത്തിന്റെ നല്ല കാലത്തെ ഗോൾഡൻ ഏജിനെ ഒന്നുകൂടെ, അതാണ് നൊസ്റ്റാൾജിക് ഗ്ലോറിഫിക്കേഷൻ, ഗൃഹാതുരത്വ സ്മരണ ഉണർത്തുന്ന വസ്തുതകളും ജോൺസൺ ലണ്ടനിൽ വെളിപ്പെടുത്തുന്നു. 1747 പ്രൊലോഗ് അറ്റ് ദ ഓപ്പണിംഗ് ഓഫ് ദ തിയേറ്റർ ഇൻ ഡ്രൂറി ലെയിൻ എന്ന മറ്റൊരു പോയം അദ്ദേഹം എഴുതി. 1749 ദ വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ് എന്ന പോയമാണ് ലണ്ടനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ലണ്ടനേക്കാൾ എന്ന് നമുക്ക് പറയാം, മെച്ചപ്പെട്ടു നിൽക്കുന്ന ജോൺസണിയൻ പോയം. ഈ പോയത്തിന്റെ സബ് ടൈറ്റിലാണ് ദ 10th Satire of Juvenal Imitated. അപ്പോ വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ് അതിന്റെ സബ് ടൈറ്റിലാണ് ദ 10th Satire of Juvenal Imitated. എന്താ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ജുവനലിന്റെ 10ാമത്തെ സറ്റയറിന്റെ മോഡൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ് ജോൺസൺ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പോയറ്റിക് സബ്ജക്ട്സുകൾ ഉപയോഗിച്ച്, വിഷയങ്ങൾ ഉപയോഗിച്ച് സിമ്പതി ഉളവാക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു വർക്കിലൂടെ, ഈ ഒരു പോയത്തിലൂടെ ജോൺസൺ ഉദ്ദേശിച്ചത്. ജുവനൽ പറയുന്നത് പോലെ തന്നെ മനുഷ്യന്റെ നശ്വരതയെക്കുറിച്ചും വേസ്റ്റഡ് ലൈഫിനെ കുറിച്ചും, അതുപോലെ തന്നെ ഗ്രേറ്റ്നെസ്സിന് പിന്നാലെ പോകുന്ന മനുഷ്യന്റെ ആ ഒരു ത്വരയെ കുറിച്ചും ഒക്കെയാണ് ഈ ഒരു പോയത്തിൽ ജോൺസൺ ഡിസ്കസ് ചെയ്യുന്നത്. ജുവനലും അതുപോലെ തന്നെ. പക്ഷേ കൺക്ലൂഷനിൽ ഒരു പ്രത്യേക കാര്യം ജോൺസൺ പറയുന്നുണ്ട്. വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസിന്റെ കൺക്ലൂഷനിൽ എന്താണത്? എങ്ങനെയാണ് ശരിയായ ഒരു ജീവിത രീതി നയിക്കണമെങ്കിൽ ക്രിസ്ത്യൻ വാല്യൂസ്, ക്രിസ്ത്യാനിറ്റി, ക്രിസ്ത്യൻ ചിന്തകൾ, ക്രിസ്ത്യൻ തത്വങ്ങൾ ഒരു മനുഷ്യൻ ഫോളോ ചെയ്തിരിക്കണം ശരിയായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോയിന്റ് കൺക്ലൂഡ് ചെയ്യുന്നത്. ലണ്ടൻ പൊളിറ്റിക്സിനെ കുറിച്ചാണ് ഫോക്കസ് ചെയ്തതെങ്കിൽ വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫിലോസഫിയിലാണ്, തത്വജ്ഞാനത്തിലാണ്. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്തു ലണ്ടനിൽ പ്യുവർലി പൊളിറ്റിക്സ് ആയി. എന്നാൽ വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ് വന്നപ്പോൾ സ്പിരിച്വാലിറ്റി, ഫിലോസഫിക്കൽ വ്യൂവും ഒക്കെ ജോൺസൺ കൊണ്ടുവന്നു. വാൾട്ടർ സ്കോട്ട്, T.S. എലിയറ്റ് എന്നിവർ ജോൺസന്റെ ഗ്രേറ്റസ്റ്റ് പോയമാണ് വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ് എന്ന് പറയുന്നു. ജുവനലിന്റെ ഒറിജിനൽ സറ്റയർ ഉപയോഗിച്ച് ജോൺസൺ ഇവിടെ പറയാൻ പോകുന്നത് the complete inability of the world and of worldly life to offer genuine or permanent satisfaction എന്നാണ്. മനുഷ്യന് ഒരിക്കലും പൂർണ്ണമായ ഒരു തൃപ്തി ലഭിക്കുകയില്ല ഏർത്തിലി ലൈഫിലൂടെ, ഏർത്തിലി ഒബ്ജക്ട്സിലൂടെ, മെറ്റീരിയൽ പ്ലഷർ കൊണ്ട് നമുക്ക് നിർവൃതി അടയാൻ കഴിയില്ല എന്നാണ് ജോൺസൺ ഈ പോയിന്റിൽ ജുവനലിന്റെ സറ്റയർ യൂസ് ചെയ്ത് പറയുന്നത്. അതാണ് വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ വെയിൻ ആണ് എന്നാണ്. അതുപോലെ തന്നെ സെൻട്രൽ തീമായി യൂസ് ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇതിന്റെ പോയത്തിന്റെ ഓപ്പണിംഗിലും ജോൺസൺ വെക്കുന്നത്. അത് പറയുന്നത് ഇതാണ്, ദി ആന്റിഡോട്ട് ടു വെയിൻ ഹ്യൂമൻ വിഷസ് ഈസ് നോൺ വെയിൻ സ്പിരിച്വൽ വിഷസ്. മനുഷ്യന്റെ നശ്വരമായ, ഒട്ടും തന്നെ നിലനിൽക്കാൻ പോകാത്ത പാഴായ മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് മറുപടി, അതിന് പകരമായി ഒന്നേയുള്ളൂ, ഒട്ടും നശിക്കാത്ത ആത്മീയ ആരാധന, ആത്മീയതയോടുള്ള ആരാധന, ആത്മീയതയോടുള്ള താല്പര്യം.
അത് മാത്രമേ നിലനിൽക്കൂ എന്നുള്ളതാണ് ജോൺസൺ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്പിരിച്വൽ ആകുക, റിലീജിയസ് ആകുക എന്ന്. ഇങ്ങനെ ഒരു ഫിലോസഫിക്കൽ വ്യൂ പറഞ്ഞുകൊണ്ട് ഈ പോയത്തിന് ഒരു യൂണിവേഴ്സൽ സ്കോപ്പ്, ഒരു വൈഡ് ആയിട്ടുള്ള ഒരു പോപ്പുലാരിറ്റി, എല്ലാ ആളുകൾക്കും ഒരേപോലെ ബാധകമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് ആണ് വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസിലൂടെ ജോൺസൺ നൽകുന്നത്. ചാൾസ് ദ 12th ഓഫ് സ്വീഡനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കരിയറിനെ കുറിച്ച് വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസിൽ ജോൺസൺ ഔട്ട്ലൈൻ ചെയ്യുന്നു. അത് ചാൾസിനെ സോൾ ഓഫ് ഫയർ എന്നും ദി അൺകൺക്വേർഡ് ലോർഡ് ഓഫ് പ്ലഷർ ആൻഡ് ഓഫ് പെയിൻ എന്നുമാണ് ജോൺസൺ വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസിൽ പിക്ചറൈസ് ചെയ്യുന്നത്. ജോൺസന്റെ കടുത്ത ആരാധകനായിരുന്നു ഫേമസ് പ്ലേ റൈറ്റ് സാമുവൽ ബെക്കറ്റ്. അബ്സേർഡിസ്റ്റ്, ഡ്രമാറ്റിസ്റ്റ് ആണ്, മോഡേൺ, പോസ്റ്റ് മോഡേൺ റൈറ്ററാണ്. അദ്ദേഹം എന്താണ് ജോൺസനെ ബേസ് ചെയ്ത് ചെയ്തത്? ജോൺസനെ കുറിച്ച് ഒരു പ്ലേ എഴുതുകയുണ്ടായി ബെക്കറ്റ്. ആ പ്ലേയുടെ ടൈറ്റിൽ ജോൺസന്റെ വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസിനെ ബേസ് ചെയ്താണ്, അതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. എന്താണ് ആ ടൈറ്റിലിന്റെ പേര്? ഹ്യൂമൻ വിഷസ് എന്നാണ്. അപ്പൊ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കേണ്ട വലിയൊരു പ്രധാന പോയിന്റ് കൂടെയാണ് സാമുവൽ ബെക്കറ്റ്. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു പോയറ്റ് എന്നുള്ള നിലയിൽ ജോൺസന്റെ പോയത്തിനെ എത്രത്തോളം പിൽക്കാല റൈറ്റേഴ്സ് അംഗീകരിച്ചു, ബേസ് ചെയ്തു എന്നുള്ളത്. ജോൺസന്റെ അഡ്മയറായ ബെക്കറ്റ് ജോൺസനെ കുറിച്ച് എഴുതിയ പോയമാണ് ഹ്യൂമൻ വിഷസ്. ആ പോയത്തിന്റെ ടൈറ്റിലും ജോൺസന്റെ പോയത്തിന്റെ ടൈറ്റിലിനെ ബേസ് ചെയ്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയുമാണ് ജോൺസൺ ആസ് എ പോയറ്റ്, ജോൺസൺ ആസ് എ ക്രിറ്റിക്, ജോൺസൺ ആസ് എ എസേയിസ്റ്റ്, പല കാര്യങ്ങളും, ജോൺസന്റെ ഡിക്ഷണറി, ജോൺസൺ ഇൻ സർക്കിൾ ഒക്കെ നമ്മൾ വരുന്ന യൂണിറ്റിലും സെക്ഷനുകളിലും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പോയിറ്റിന്റെ വർക്ക്സും മറ്റുള്ള ട്രാൻസിഷണൽ പോയിറ്റ്സിനെ കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സുകൾ നന്നായി കേൾക്കുക, നോട്ടുകൾ വായിക്കുക, നന്നായി പഠിക്കുക. താങ്ക് യു. കീപ് ലേണിംഗ്.